പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. കുറെ ഉമ്മമാരും കുറെ വീട്ടുകാരൊക്കെ മക്കൾ വല്ല കുസൃതിയും വികൃതിയും കാണിക്കുമ്പോൾ അവരെ റൂമിന്റെ ഉള്ളിൽ ഇട്ട് പൂട്ടിയിട്ട് കളിക്കാനും അതിന്റെ ഉള്ളിൽ എന്ത് വികൃതി വേണമെങ്കിലും കാണിച്ചോടി എന്ന ഒരു ഫ്രീഡം നൽകുന്ന കുറെ ഉമ്മമാർ, കുറെ വീട്ടുകാരത് വളരെ പേടിക്കപ്പെടേണ്ട ഒരു വിഷയം. എത്രയോ അപകടങ്ങൾ, എത്രയോ മുസ്ലിമാത്തുകൾ അങ്ങനെ ആ രൂപത്തിൽ മക്കളെ ഒരു മുറിയുടെ അകത്ത് കൂട്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അവസരം കൊടുത്തതിന്റെ പേരിൽ സംഭവിച്ച ഉദാഹരണങ്ങൾ. അതൊക്കെയും മക്കളോട് കാണിക്കുന്ന ഒരിതാണ്. എന്ന് പറഞ്ഞാൽ ആ മക്കളെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് വേണ്ടെന്നാണ്. മക്കളെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് വേണ്ട, അവരെന്തെങ്കിലും അതിന്റെ ഉള്ളിലായിക്കോട്ടെ അവരുടെ കാര്യങ്ങളൊക്കെയും എന്ന് ചിന്തിക്കുന്ന ഒരു നിലപാട് ഒരു ഉമ്മമാരുടെയും ഒരു ഉപ്പമാരുടെയും ജീവിതത്തിൽ വരാൻ പാടില്ല. അതൊരുപാട് അപകടങ്ങള് വരുത്തി ഉണ്ടാക്കും. പിന്നെ നാം ചെയ്യേണ്ടത് ആ മക്കളുടെ കാര്യത്തിൽ പേടിക്കപ്പെടേണ്ടതൊക്കെ ഉണ്ടോ അതൊക്കെയും അവരുടെ കയ്യിൽ കിട്ടാത്ത രൂപത്തിൽ സൂക്ഷിക്കുക എന്നതാണ്. കത്തരിയാണെങ്കിൽ അല്ലെങ്കിൽ കത്തിയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുണ്ടാക്കുന്ന ആയുധങ്ങൾ, അത് ഓരോ ഉമ്മമാരും ശ്രദ്ധിക്കേണ്ടത്, ഓരോ വീട്ടുകാരും ശ്രദ്ധിക്കേണ്ടത്, അവരുടെ കയ്യിൽ കിട്ടാത്ത രൂപത്തിൽ അതിനെ സൂക്ഷിച്ചു വെക്കുക എന്നത്. എത്രയോ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. കാരണം മക്കൾക്ക് കിട്ടുന്ന രൂപത്തിൽ എല്ലാ സാധനങ്ങളും ആ അത് എടുത്തിട്ട് ചിലപ്പോ സ്വന്തം കണ്ണിൽ കുത്തും, അല്ലെങ്കിൽ കയ്യിൽ മുറിവുണ്ടാക്കും. അതിന്റെ ഉത്തരവാദിത്വമായിരിക്കാൻ ആ ഉമ്മാക്ക് ശ്രദ്ധയില്ലാത്തതാണ്. മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളെന്ന് പറഞ്ഞാൽ അവരുടെ പ്രായം എന്ത് പ്രായമാണ്? മക്കളുടെ പ്രായം അതിനുള്ള പ്രായമാണ്. എത്രയോ ആളുകൾ നിസ്കാരം മുസല്ല ഇങ്ങനെ വിരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ താഴുണ്ടാവും, അതിലും കുട്ടി വന്നിട്ട് മൂത്രിക്കും, അല്ലെങ്കിൽ കാഷ്ടിക്കും. കുട്ടിക്ക് അറിയില്ല ഇത് നിസ്കരിക്കുന്ന മുസല്ലയാണ്, അത് ബഹുമാനിക്കപ്പെടേണ്ട ഒരു സാധനമാണെന്ന് കുട്ടിക്ക് അറിയില്ല. ചിലപ്പോ നിങ്ങൾ ചായ വെച്ചിട്ടുണ്ടാവും, ചായ കുട്ടി വന്ന് മൂത്രിക്കും. ഉത്തരവാദി ആരാണ്? ഉമ്മയാണ്, വീട്ടുകാരാണ്. കാരണം അവർക്ക് കിട്ടാത്ത രൂപത്തിൽ അതിനെ സൂക്ഷിക്കേണ്ട നമ്മുടെ കടപ്പാടാണ്. അത് ചെയ്യാതെ മക്കൾ അതിന്റെ പേരിൽ ശകാരിക്കുക എന്നത് വലിയ ഒരു അക്രമമാണ്. ഒരാളുണ്ട്, കുട്ടി ചെറിയ കുട്ടി അല്ലെങ്കിൽ എടുക്കുമ്പോ ആ കുട്ടി മുദ്രിക്കുന്നതാന്ന് ചോദിച്ചിട്ട് മൂത്രിക്കുന്ന പറഞ്ഞാൽ പിന്നെ അതിന് തൊട്ട് നോക്കൂല. മൂത്രിക്കുന്നത് രോഗമല്ല, മൂത്രിക്കുന്നത് ആരോഗ്യമാണ്. അല്ലെ? ഹോസ്പിറ്റൽ കൊണ്ടുവന്നപ്പോ മൂത്രിച്ചില്ലെങ്കിലാണ്, മൂത്രം വരാതെ ആയാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകും. മൂത്രിക്കണത് ആരോഗ്യമാണ്. പക്ഷെ അതിന്റെ പേര് നമ്മൾ മക്കളെ വെക്കാൻ പാടില്ല. എന്നാ ഒരാളങ്ങനെയാണ്, കുട്ടി ഇങ്ങനെ മുദ്രിക്കുവോ? ആ മുദ്രിക്കുന്ന കുട്ടീനെ എടുക്കുന്നത് ഉപയോഗം ഒരിക്കലും പാടില്ലാത്തതാണ്. മഹാനായ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷാമാന്റെ വീട്ടിലിരിക്കുമ്പോ ഒരു സഹോദരി, ഒരു ചെറിയ കുട്ടിയുള്ള ഒരു സഹോദരി ആയിഷ ബീവിയോട് സംസാരിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ആ ഉമ്മ കുട്ടിയെ താഴെക്കാക്കി ആയിഷ ബീവിയോട് ഇങ്ങനെ സംസാരിക്കാൻ കുട്ടിമന്റെ പുറത്തു വന്നു. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കിടന്നിട്ടുണ്ട്. കുട്ടി എങ്ങനെയോ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ മുകളിൽ കയറി, ശരീരത്തിന് മുകളിൽ കയറി. ഉമ്മക്കറിയില്ല, ഉമ്മയും ആയിഷ ബീവിയും സംസാരത്തിലാണ്. ഈ കുട്ടി വന്നിട്ട് എന്താ കേരോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തിന് മുകളിൽ മൂത്രിച്ചു വന്നു. ഞങ്ങളുടെ മേൽ മൂത്രിച്ചു. ചെറിയ കുട്ടിയാണ്. അപ്പോഴാണ് ഉമ്മാക്ക് ബോധം വരുന്നത്, കുട്ടി കാണുന്നില്ല. പുറത്തു വന്ന് നോക്കുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ മുകളിൽ കുട്ടിയാണെങ്കിലോ ഹബീബായ തങ്ങളുടെ ശരീരത്തിന് മുകളിൽ മൂത്രിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ഹബീബായ തങ്ങളുടെ സ്വഭാവത്തിനോ അവിടുത്തെ ആ ഒരു ആഗ്രഹത്തിക്ക് ഒരു മാറ്റവും ഇല്ല. ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷത്തിലാണ്, ഒരു ഉറപ്പില്ല. പക്ഷേ ഈ ഉമ്മാക്ക് റസൂലുള്ളാഹി തങ്ങളുടെ മുകളിൽ
കുട്ടി ബോധിച്ചു എന്ന് അറിഞ്ഞപ്പോ ഭയങ്കര പേടിയാണ്. പെട്ടെന്നായിട്ട് ആ കുട്ടി എടുക്കാൻ വേണ്ടി പോയപ്പോ റസൂലുള്ളാഹി ഞങ്ങൾ സമ്മതിച്ചില്ല. അവനുണ്ട് മുദ്രയെ പെട്ടെന്ന് ഇങ്ങനെ ഓട്ടം. അപ്പൊ ശരീരത്തിന് മുദ്രയായി പിന്നെ ആളുകളുടെ എല്ലാം ഉള്ള സ്ഥലത്ത് കൊല്ലും മുദ്ര, കൊല്ലും രാജസ്ഥലത്ത്. അല്ലെ, നമ്മളെ അവസ്ഥ അങ്ങനെയാണ്, ഭയങ്കര ധൃതിയാണ്, പേടിയാണ്. റസൂലുള്ളാഹി ഞങ്ങളുടെ മുകളിൽ നിന്ന് ആ കുട്ടി എടുത്തു മാറ്റാൻ വേണ്ടി ഉമ്മ നീങ്ങിയപ്പോ റസൂലുള്ളാഹി ഞങ്ങൾ സമ്മതിച്ചില്ല. റസൂലുള്ളാഹി വേണ്ടെന്ന് പറഞ്ഞു, നിൽക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം മുദ്രായി അപ്പുറത്തും ഇപ്പുറത്തും വേണ്ടെന്ന. അപ്പൊ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മാതൃക അവിടെയാണ്. ചെറിയ കുട്ടി ആരുടെ മോൾ? റസൂലുള്ളാഹി ഞങ്ങളുടെ മോൾ മോചിച്ചപ്പോ റസൂലുള്ളാഹി ഞങ്ങൾക്ക് ഒരു ബേജാറായില്ല. കാരണം എന്തേ? അത് കുട്ടിയാണ്. കരുണ കാണിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് മക്കൾ എന്ന് പറഞ്ഞാൽ ആ മക്കളോട് കരുണ കാണിച്ചില്ലെങ്കിൽ അത് വലിയ ഒരു വിപത്തായി മാറും. അതിന്റെ പേരിൽ മക്കളെ പൊട്ടിയിടുകയോ അല്ലെങ്കിൽ മക്കളുടെ കയ്യിൽ വിപത്രയോ കണ്ടതാണ്. അല്ലെ, കുട്ടിയുടെ മുകളിൽ കഞ്ഞിവെള്ളം പറഞ്ഞു, അതായത് ചൂടുള്ള കറി കൂട്ടാൻ വേണ്ടി വെച്ച കറി അത് മറിഞ്ഞിട്ട് കുട്ടി ഹോസ്പിറ്റലിലാണ്. അത് എത്രയോ അതിന്റെ കാരണം കുട്ടിയാണോ അതിന്റെ ഉത്തരവാദി? ഇല്ല, വീട്ടുകാർത്തിയാണ്, പുറയിലുള്ള പെണ്ണുങ്ങളാണ്. അതിന്റെ ആ മക്കൾക്ക് കിട്ടുന്ന രൂപത്തിൽ ആ ഉപകരണങ്ങളും സാധനങ്ങളും വെച്ചപ്പോ കുട്ടി അറിയാവുന്നത് വലിച്ചിട്ടു, മുകളിൽ വീണു, മുറിവുണ്ടായി, അല്ലെങ്കിൽ പൊള്ളലുണ്ടായി. അപ്പൊ അതൊക്കെയും മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മുദ്രിക്ക എന്ന് പറഞ്ഞാൽ അത് രോഗം തന്നെ. അതുതന്നെ നമ്മൾ ഇപ്പത്തെ കാലത്ത് ഉമ്മമാർക്ക് ബാങ്ക് വന്നിട്ട് അപ്പൊ കുറെ അടങ്ങേറൊക്കെ പോയി തുടങ്ങി. ഇപ്പൊ അടങ്ങേറുള്ള പഞ്ചായത്തിലാക്കിയാൽ കാരണം കൊണ്ടേറ്റ് ചാടുപായില്ല വരക്കാർക്ക് നമ്മളുടെ കാലത്ത് അധികം ക്യാമ്പസ് ഉണ്ടാവും. എത്രയോ ഉമ്മമാർ പറയുന്നു ഓ പണ്ട് കാഷ്ടിച്ചിട്ട് അതിനെ നല്ല ടാങ്ക്ലോലി പോലെ മുഖത്തിലേക്കല്ലോ തേക്കിയ ആളാണെന്നല്ല പറയും. കാഷ്ടിച്ചിട്ട് അപ്പുറത്ത് എന്നിട്ട് അതിനെ കുളിച്ച് ഞവണ്ടി കുളിച്ച് വേണ്ട സ്ഥലത്തിന് അങ്ങനത്തെ കാലം നമ്മുടെ കാലം. കാരണം മക്കൾക്ക് അറിയില്ല. എത്രയോ മക്കൾ ഉമ്മമാർ പറയുന്നുണ്ട് ഓം കാഷ്ടിച്ച് തിന്നിരുന്നു പറയും. ഓം കാഷ്ടിച്ചിട്ട് ഓനെ കഴിഞ്ഞു വാങ്ങിയിട്ട് തിന്നതന്നുണ്ട്. പക്ഷെ ഇന്ന് ഈ പാമ്പേഴ്സും മറ്റു കാര്യങ്ങളും വന്നപ്പോ ആ ബുദ്ധിമുട്ടെല്ലാം പോയി. പക്ഷെ അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് വന്നു. എത്രയോ ആളുടെ നിസ്കാരം പോലും ബാത്തിനാവുന്ന ഒരു അവസ്ഥയായി. വളരെ മൂത്രിച്ചത് പറയുമ്പോ പിന്നെ ഒരു പ്രത്യേകമായ ഒരു ശ്രദ്ധ ഉണ്ടായി. രജസ് കൊണ്ട് ഉമ്മാ ബുദ്ധിമുട്ടാവും. പിന്നാലല്ല ക്യാമ്പസിൽ ഹാസ്റ്റർ ഉണ്ടാവും, മൂത്രം ഉണ്ടാവും. ആ കുട്ടി തന്നെ വന്നിട്ട് നിസ്കരിക്കുന്ന ഉപ്പാന്റെ മടിയുടെ മുകളിലിരിക്കും, ഉമ്മാന്റെ വഴിതാട്ടിലിരിക്കും. ഉമ്മാ നിസ്കാരം പോയി നജസാണ്. നജസുള്ള കുട്ടി വന്നിട്ട് നമ്മളെ മുകളിൽ ഇരുന്നാൽ നമ്മളെ നിസ്കാരം മതിയാവും. അപ്പൊ അങ്ങനെയുള്ള വലിയ വലിയ മുസീബത്ത് വളരെ പണ്ട് ചെറിയതായിരുന്നു. ഇപ്പൊ നമ്മുടെ നിസ്കാരങ്ങളെയും ഇബാദത്തുകളെയും നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ആ ഒരു അവസ്ഥ വന്നു. ഏതായാലും നമ്മുടെ ശരീരത്തിൽ മൂത്രാകുന്ന ഒരു പേടിയില്ല പണ്ടത്തെ കാലമല്ല. പക്ഷെ അതൊക്കെയും അതിന്റെ പേരിൽ മക്കളൊക്കെയും ഞങ്ങള് അകറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. മക്കളുടെ ആ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ വേണം. ഇപ്പോ ഇന്നലെ ഞാൻ മലയാളം ഭാഗത്ത് ചെറിയ ഒരു കുട്ടി ഇത് മറ്റേ ഇതുണ്ടല്ല ജോലിക്കാൻ പറയും, ജോലിക്ക് അല്ല ഉമ്മമാരെ സാരി കെട്ടിച്ച് അതിലിങ്ങനെ ആട്ടുന്ന ജോലിക്കാൻ നമ്മുടെ നാട്ടിൽ പറഞ്ഞത്. അതിൽ ഒരു ചെറിയ ഒരു ടാങ്കിങ് നമ്മൾ ചർച്ച ഉണ്ടാകുമ്പോ അതിന്റെ ഒരു കഷ്ണം തർക്കിച്ചിട്ട് വാങ്ങിയ ചെറിയ കുട്ടി ഉമ്മ കൊടുത്ത് കുട്ടി വാങ്ങിയിട്ട് പോയിട്ട് അതിൽ ആടാൻ വേണ്ടി പോയി. പക്ഷെ അത് പോയിട്ട് തൊണ്ടയിൽ കൂട്ടിയിട്ട് ഉമ്മക്കൊന്നും അറിയില്ല. കാരണം ഇങ്ങനെ ആടുന്നല്ലേ, പഠിച്ചാലും അറിഞ്ഞാലും അറിയാനില്ലല്ലോ. കുട്ടി ചിലപ്പോ പെട്ടെന്നുണ്ടാവും ശ്വാസം കിട്ടാതെ. ഉമ്മ വിചാരിക്കും ഇത് ജോലിക്ക് ഇങ്ങനെ ആണെന്ന്. കുട്ടി മരിച്ചുപോയി. 2-3 വയസ്സുള്ള ചെറിയൊരു കുട്ടിയാണ്. അതിന്റെ കഴിഞ്ഞ ആഴ്ച എന്റെ ഭാര്യന്റെ ഫാമിലിയുടെ ഒരു കുട്ടി ദുബായിൽ 3-3.5 വയസ്സുള്ള കുട്ടിയാണ്. ജോലി ഇങ്ങനെ കാണുമ്പോ അതിൽ ഇങ്ങനെ കൗത്തിൽ കുടുങ്ങിയിട്ട് വരക്കാർക്ക് അറിയില്ല. ദുബൈയിലല്ലേ, ചിലപ്പോ കുട്ടി പോയതെന്താ അറിയില്ല. കുട്ടിയെ അടുത്ത അവസ്ഥ ഇങ്ങനെ പുറത്തുനിന്ന് ലോക്കാക്കിയിട്ട് പോരാ. അങ്ങനെ തിരിച്ചു വന്ന് നോക്കുമ്പോ കുട്ടിയുടെ കൗത്തിൽ അത് കുടുങ്ങിയിട്ട് ശ്വാസം പൊട്ടി മരിച്ചു. അതൊക്കെയും ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ
ആ ഫുള്ള് ഉത്തരവാദിത്വം പരക്കാക്കണം. മക്കളെ ശ്രദ്ധിക്കേണ്ടതും അവരെ പരിപാലിക്കേണ്ടതും അവരെ വേണ്ടതുപോലെ നോക്കേണ്ടതും കുടുംബങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെയുള്ള സർവ്വ അപകടങ്ങളിൽ നിന്നിട്ട് റബ്ബും താഴെ നമ്മുടെ വീടുകളിലുള്ള ചെറിയ ചെറിയ മക്കൾ മുഴുവനും അള്ളാഹുവിനെ കാക്കണേ. അല്ലോ അങ്ങനെ അപകടത്തിൽ പെട്ട് മരിച്ചുപോയ ഒരുപാട് മക്കളുണ്ട്. ആ മക്കളുടെ കുടുംബത്തിന് നീ സമാധാനം നൽകണേ. അല്ലോ ആഖിറത്തിൽ ആ മക്കളുടെ കുടുംബത്തിന് വലിയ മുൻവിരുന്നായി നീ ആക്കി കൊടുക്കണേ റഹ്മാൻ. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുപാട് ആളുകളുടെ ചെറിയ മക്കള്, അതുപോലെ പേരമക്കള് മരിച്ചു. നമ്മുടെ ഉസ്താദിന്റെ അതുപോലെ നമ്മുടെ തങ്ങളുടെ മക്കൾ ചെറിയ ചെറിയ മക്കളാണ്. മക്കൾ ചെറിയ പ്രായത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു കൊല്ലം അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പഠിച്ചോനെ ഒരൊക്കെയും ആഖിറത്തിൽ വലിയ ഒരു സമ്പാദ്യമായ കുടുംബത്തിനും നാട്ടുകാർക്കും നീ ആക്കി കൊടുക്കണേ റഹ്മാനെ. അവരുടെ ബറക്കത്തുകൊണ്ടല്ലോ അവർക്ക് നീ ഔദാര്യമായി നൽകുന്ന സ്വർഗം, ആ സ്വർഗീയ ലോകത്ത് നമുക്കും ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. നമ്മുടെ എത്രയോ മക്കൾ പലവിധ ശാരീരികമായ ബുദ്ധിമുട്ടുകൊണ്ട് ബേജാറ് അനുഭവിക്കുന്നവരാണ്. എല്ലാ മക്കൾക്കും അതുപോലെ ഞങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവർക്കും പരിപൂർണ ആഫിയത്ത് നൽകണേ അല്ലാഹ്. രോഗം ശമനം നൽകണേ റഹ്മാനെ. എല്ലാവിധ കണ്ണീറുകളിൽ നിന്ന്, സിഹരിൽ നിന്ന്, എല്ലാവിധ ഫിത്തനകളിൽ നിന്ന് ഞങ്ങൾക്കും അവർക്കും പരിപൂർണമായ കാവല് നൽകണേ അല്ലാഹ്. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന കുടുംബങ്ങളുടെ നാട്ടുകാർ, സ്നേഹിതന്മാർ ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, മുസീബാത്തുകളിൽ നിന്ന് അല്ലാഹ് നമ്മുടെ നാടിന്, നമ്മുടെ രാജ്യത്തിന്, സംസ്ഥാനത്തിന്, ലോകത്തിലുള്ള എല്ലാ മുഅ്മിനാത്തുകൾക്കും എല്ലാ മനുഷ്യർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. മരിച്ചുപോയ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുടെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാഹ്. അവർക്ക് നീ മഗ്ഫിറത്ത് റഹ്മത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله.